ലെസ്ലി, ഞാൻ ലവ്ലി. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സംസാരം ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കൊരു പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാവയ്ക്ക കൊണ്ടുള്ള തനി നാടൻ രീതിയിലുള്ള ഒരു കിച്ചടിയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. പാവയ്ക്കാന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം കൈപ്പയ്ക്കായ, പക്ഷേ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ സദ്യകൾക്കൊക്കെ ആണെങ്കിലും കിച്ചടി ഒരു ഒഴിച്ചു കൂട്ടാനാവാത്ത ഒരു കറിയാണ്. പാവയ്ക്ക ഇഷ്ടമില്ലെങ്കിൽ പോലും കഴിച്ചു. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പാവയ്ക്കൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പാവയ്ക്ക നന്നായിട്ട് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അതിനകത്ത് ജലാംശമൊക്കെ ഉണ്ടാവും, വെള്ളം. അപ്പോൾ അത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. ഒന്നുകിൽ നമ്മൾ നല്ലൊരു തുണിയിലിട്ട് നിരത്തി നന്നായിട്ട് തുടച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ കിച്ചൺ ഡിഷിലോ ഇട്ട് ഒരു 5 മിനിറ്റ് ശേഷം നമുക്ക് വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമ്മൾ എണ്ണയിൽ വറുത്തിട്ടാണ് നമ്മൾ ഈ കിച്ചടി ഉണ്ടാക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുത്തതാണ്. ഇനിയിപ്പോൾ വാടിയ പച്ചക്കറികളൊക്കെ ആയിരിക്കും, ഇപ്പം കടയിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കുമല്ലോ, വീടുകളിലൊക്കെ ഇപ്പം കുറവായിരിക്കും. അപ്പം കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ് ഈ വാടിയ പച്ചക്കറിയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് 1 മണിക്കൂർ നമ്മൾ ഇട്ട് വെച്ച ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നാൽ നന്ന ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ലഭിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പാവയ്ക്ക നമ്മൾ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് തിരുമ്മി വെക്കാം. പാവയ്ക്കയിൽ ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. ആ പാവയ്ക്കയിലേക്ക് അല്ലെങ്കിൽ വറുത്ത് വരുന്ന സമയത്ത് പാവയ്ക്കയിൽ ഉപ്പുണ്ടാവില്ല. അപ്പോൾ പാവയ്ക്കയിലേക്ക് അല്പം ഉപ്പൊക്കെ പിടിച്ചോളും. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു മീഡിയം ചൂടായാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് പാവയ്ക്കകൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരാം. ഒരുപാടങ്ങ് കരിഞ്ഞു പോകണ്ട കേട്ടോ. ഒന്ന് കിലിന്നൊരു ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് പാവയ്ക്ക. ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് കോരി വയ്ക്കാം. നമ്മൾ ആദ്യം ഇട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഉണ്ട്, അതും കൂടെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പാവയ്ക്ക് ഏകദേശം ഒരു പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പച്ചമുളക് ഇതിൽ പാവയ്ക്കയുടെ കൂടെ കിടന്ന് നല്ല മൊരിഞ്ഞ് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ കിച്ചടി തയ്യാറാക്കുമ്പോൾ നമുക്ക് 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ഫ്രൈ ചെയ്യാനുള്ളൊരു താമസമേ ഉള്ളൂ. ഇതിനെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോകേണ്ടവരൊക്കെ ആണെങ്കിൽ പാവയ്ക്ക തലേദിവസമേ വറുത്ത് വെച്ചിട്ട് നന്നായിട്ട് എയർ ടൈറ്റ് ആയാലൊരു ഭരണിയിലോ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും തണുത്ത് പോയില്ല. അങ്ങനെ ആക്കി വെച്ച ശേഷം നമുക്ക് പിറ്റേ ദിവസം നമുക്കത് കറിയാക്കി എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ പാവയ്ക്ക ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കിച്ചടിക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ നമുക്ക് വേണം. അതിനുവേണ്ടി നമുക്കൊരു ഇവിടെ 2 പാവയ്ക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി, ഒരു നുള്ളി ജീരകം ഒരു അല്പം മതി കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ കടുകാണ്. ചിലർ കടുക് ചതച്ചിട്ടിടാറുണ്ട്, അല്ലെങ്കിൽ കടുക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്നിച്ചങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പം നമ്മളിവിടെ കടുക് ചതച്ചെടുത്തിട്ടില്ല, അതുകൊണ്ട് കടുക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് നോക്കാം. ഇവിടെ ഒരു 5 പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. പാവയ്ക്കെല്ലാം നമ്മൾ നന്നായിട്ട് വറുത്ത് കോരി ഇവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല വെണ്ണ നെയ്യ് പോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ചൂടാക്കാതെ നേരിട്ട് തൈരിലോട്ട് ചേർക്കുന്നവരുമുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തൈരാണ് ചേർക്കേണ്ടത്. തൈര് ഞങ്ങളിവിടെ എടുത്ത് വെച്ചാൽ നന്നായിട്ട് ഈ കട്ടയൊക്കെ നന്നായിട്ട് ഉടയ്ക്കണം. സ്പൂണോ എന്തെങ്കിലും പോർക്കോ ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കണം. ഒരുപാട് വെള്ളം പോലെ അപ്പം ജാറിലിട്ട് അടിക്കാൻ പറ്റില്ല. അപ്പം ഒരുപാട് അങ്ങ് നീണ്ടുപോകും. അങ്ങനെ കുറുകി തൊട്ട് കൂട്ടാവുന്ന ഒരു കറിയാണല്ലോ. അപ്പം സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി.
കിച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തൈര് ഉപയോഗിക്കുമ്പോൾ തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തീരെ പുളിയില്ലാത്ത തൈര് എടുക്കരുത്. അതുപോലെ ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്. മീഡിയം പുളിയുള്ള തൈരാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരുപാട് പുളി അങ്ങോട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ ആ കിച്ചടിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം നമ്മളിവിടെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തൈര് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാം. തൈരും അരപ്പും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, തിളച്ച് പോകരുത്. നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഞെരടി പൊടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പോകണ്ട. ഇടയ്ക്കൊക്കെ ഓരോന്ന് കടിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പം പാവയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിച്ചോട്ടെ. അതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ നല്ലതായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഈ ക്രിസ്പി നഷ്ടപ്പെട്ടു പോകും ഈ പാവയ്ക്കയുടെ. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് ഈ പാവയ്ക്ക പൊടിച്ച് വെച്ച പാവയ്ക്ക നമുക്ക് ഈ തൈരിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പാവയ്ക്ക് ഒരു തണുപ്പുണ്ടാകും. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അലുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്കി വെച്ച ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ സമയത്ത് നമുക്ക് ഈ പാവയ്ക്കയും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് സെർവ് ചെയ്താൽ മതി. ഇനി നമുക്കിത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊന്നും നമ്മൾ ഉപ്പ് ചേർക്കണം. ചിലപ്പം ചൂടായതുകൊണ്ട് ഉപ്പൊക്കെ ചേർത്താൽ ചിലപ്പോൾ സ്പ്ലിറ്റ് ആയിട്ട് ചിലപ്പം പിരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. നമുക്കിപ്പം ഇതിലേക്ക് നമ്മൾ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയാവും. അപ്പം നമുക്കിതൊന്ന് മാറ്റി വെച്ച ശേഷം താളിക്കാനായിട്ടൊന്ന് പാൻ എടുത്ത് വെക്കാം. ഇപ്പം നമ്മൾ ആദ്യം വറുത്ത എണ്ണ മിച്ചം ഉണ്ടായിരുന്നു. ആ എണ്ണയിൽ തന്നെ നമ്മൾ കടുക് താളിച്ചാലും മതി. ഇനിയിപ്പോൾ ആ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വേറെ എണ്ണ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറും കൂടി അപ്പോൾ കിച്ചടിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എണ്ണ 2 ടേബിൾ സ്പൂൺ ആണെങ്കിലും മതി നമുക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള് ഉലുവ. ഒരുപാട് പുളിയൊക്കെ തൈരുന്നുണ്ടെങ്കിൽ ലേശം ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റാണ്. ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഒരു 3-4 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് താളിക്കാം. താളിച്ചതും കൂടി നമുക്ക് ഈ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാവയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം വറുത്തെടുത്തത്. ഇനി തൈരിനും കൂടെ ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കത് സെർവിംഗ് ബോളിലേക്ക് സെർവ് ചെയ്യാം. പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യകൾക്കൊക്കെ ആണെങ്കിൽ ഈ കിച്ചടി വളരെ പ്രധാനപ്പെട്ട ഒരു തൊടുകറിയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ പാവയ്ക്ക കിച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.